ഇന്നത്തെ ദിവസം ഞാൻ ഒട്ടും ഒരു വ്ളോഗ് എടുക്കണമെന്ന് വിചാരിച്ചാൽ കേട്ടോ, ഒരു കുഞ്ഞു മിനി വ്ളോഗ് എടുത്ത് നിർത്താമെന്ന് എഴുതിയതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എവിടേക്കാണ് പോണേടാ? ഇവന്മാർക്ക് കാര്യമായിട്ട് പിടിയില്ല കേട്ടോ നമ്മൾ എവിടേക്കാണ് പോണേ. നമ്മളിന്ന് അതിരപ്പള്ളിക്ക് പോകാമെന്നാണ് വിചാരിച്ചേക്കണേ. ഇപ്പം നമുക്ക് ചാലക്കുടിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് നമ്മൾ എല്ലാവരും കൂടി അതിരപ്പള്ളിക്ക് പോകാമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. ഇപ്പോഴത്തെ കണ്ണൻ ഇവിടെ ഒരു സ്ഥലം വരെ പോയേക്കാണ്. അപ്പം അത് കഴിഞ്ഞ് വന്നിട്ട് ഉടനെ തന്നെ നമ്മൾ യാത്ര തുടങ്ങി. അപ്പം ഇവന്മാർ ഇവിടെ കിടന്ന് ഭയങ്കര കളിയാണ് രണ്ടും കൂടി. എന്ത് കളിയാടാ കളിക്കുന്നത്? ബെസ്റ്റ്. മുടിയൊക്കെ കെട്ടിക്കൊണ്ടാന്നതൊക്കെ ഒരു കോലായിട്ടുണ്ട് മോള്. അപ്പൊ ഇനി നമുക്ക് വേഗം അവിടെ ചെന്നിട്ട് കാണാം. ഇവന്മാരുടെ ഇടി തുടരട്ടെ. അതിരപ്പള്ളിക്ക് പോകുമ്പോഴേ ഈ ഒരു കാഴ്ച ഭയങ്കര രസമാണ് കേട്ടോ. ഇങ്ങനെ ഒരു കാടിന്റെ നടുക്കേക്കിടിയുള്ള ഒരു യാത്ര, അതൊരു പ്രത്യേക രസമാണ്. ഇപ്പൊ നമ്മൾ അതിരപ്പള്ളിക്കായിരിക്കില്ല, തുമ്പൂർ മൊഴിയായിരിക്കും മിക്കവാറും നമ്മൾ പോവാ. എന്തായാലും എവിടേക്കാണെങ്കിലും നമ്മൾ അവിടെ ചെന്നിട്ട് പറയാട്ടോ എവിടെയാണെന്ന്. നമ്മളിപ്പോ തുമ്പൂർ മൊഴി എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് നേരെ ഇവിടേക്ക് കയറി. അപ്പൊ ഇവിടെ ആകുമ്പോ അത്യാവശ്യം കുളിക്കാനൊക്കെ സ്ഥലം ഉണ്ടാവും. നമ്മളിപ്പോ നേരെ തുമ്പൂർ മൊഴി എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ആകുമ്പോ അത്യാവശ്യം കുളിക്കാനൊക്കെ പറ്റിയ സ്ഥലം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അതിരപ്പള്ളിക്ക് വിട്ടില്ല, നേരെ ഇവിടെ കയറി. അതിരപ്പള്ളിയത്തെ ഉണ്ണിയുടെ മുടിയൊക്കെ ചീത്തയായിട്ടോ. ഉണ്ണിയുടെ മുടിയൊക്കെ സെറ്റ് ആക്കണം. എനിക്ക് മോൻ എൻ്റെ ഒപ്പം ഇവിടെ കയറി. അപ്പൊ നമുക്ക് ഇതേ കണ്ണൻ ടിക്കറ്റ് എടുത്തിട്ട് വരുന്നുണ്ട്. നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഇപ്പൊ നമ്മള് സ്ഥലത്തെത്തി, വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ദൈവന്മാരൊക്കെ ഇവിടെ ഓടിക്കളിയാണ് കേട്ടോ. ഞാൻ ഇപ്പുറത്ത് ബാക്ക് ക്യാമറ ഇട്ടിട്ട് കാണിച്ചു തരാം. നിച്ചു ദൈവന്മാരൊക്കെ ഓടി എങ്ങോട്ടോ പോകുന്നുണ്ട് കേട്ടോ. ഈ ഒരു സംഭവമൊക്കെ കണ്ടോ? ഇതിപ്പോ ആകെ എല്ലേക്ക് വീണ് നശിച്ച് കിടപ്പുണ്ട്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു സ്ഥലമൊക്കെ. അത് റംബൂട്ടാനല്ലേ? റംബൂട്ടാനാണത്. എങ്ങനെയുണ്ട് ഉണ്ണി സ്ഥലം? സൂപ്പർ. ഉണ്ണിമോളെ കല്യാണത്തിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടാണ് കേട്ടോ വന്നത്. ഇങ്ങനൊരു സംഭവം ഉണ്ട് കേട്ടോ. ഇത് കൊള്ളാം, നല്ല രസമുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്ന് ഒരു ഗാർഡൻ പോലത്തെ സ്ഥലത്തേക്കൊക്കെ പോവാട്ടോ. പിന്നെ ഇവിടെ ഒരു ഐസ്ക്രീം പാർലർ സംഭവമൊക്കെ ഉണ്ട്. ഫുഡൊക്കെ കഴിക്കാം, ചെറിയ ഫുഡൊക്കെ കിട്ടുമെന്ന് തോന്നണം. ഇപ്പം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് എന്തായാലും ഫുഡൊക്കെ കഴിക്കാം. ഇപ്പം നമ്മൾ തൂക്കുപാലം കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ദേ ഇവർ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഞാനും പുറകെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ദേ നമ്മൾ തൂക്കുപാലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് തൂക്കുപാലം കേട്ടോ. വെള്ളം കുറവല്ലേ ഇപ്പോൾ? ഇതൊരു അടിപൊളി സംഭവമാണ് കേട്ടോ. നല്ല രസമുണ്ട്. നിച്ചു പേടിയാവണുണ്ടോ? സേഫാണ് മനസ്സിലായപ്പോ അങ്ങനെ പേടിയില്ല. സംഭവമുള്ള കേട്ടോ. എല്ലാവരും നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും എന്തൊരു ചീലാണ്, അടിപൊളിയാണ്. വാ, നമ്മൾ ഈ ഒരു തൂക്കുപാലത്തിൻ്റെ അറ്റത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇവിടെ നിന്ന് നമുക്ക് ഏഴാറ്റുമുഖമാണ്. ഇവിടെ പ്രവേശനമില്ല എന്ന് പറഞ്ഞത് കാരണം ഇവിടെ അപ്പുറത്തേക്ക് വേറെ ടിക്കറ്റാണ്. അതുകൊണ്ടായിരിക്കും ഇവിടെ പ്രവേശനം ഇല്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അതേ ഇവിടെയും ഇതുപോലെ തന്നെ പാർക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. നമ്മളെന്തായാലും ഇവിടം വരെ പോകണുള്ളൂ കേട്ടോ. അല്ലേ അണ്ണാ? ദൈവന്മാർ ഇവിടെ ഒരു സ്ഥലം കണ്ടിട്ട് ഓടിപ്പോയിട്ടുണ്ട് കേട്ടോ രണ്ടും കൂടി. എന്താ ഈ ഒരു സ്ഥലം കണ്ടിട്ടാണ് ഇവന്മാർ ഇവിടെ നിന്ന് ഇറങ്ങി ഓടിയത്. തൂക്കുപാലത്തുമേന്ന് നേരെ ഓടി വന്ന് ഇതിൽ കയറി കളിക്കാൻ കേട്ടോ. ഞാൻ നടന്ന് ക്ഷീണിച്ചു. പക്ഷെ ഇവന്മാർ എനിക്ക് തോന്നുന്നു ഇത് കണ്ടോടുകൂടി കൂടുതൽ എനർജറ്റിക്കായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇച്ചപ്പോ കാലൊക്കെ പുറത്താക്കിയൊക്കെ വന്നാ. അയ്യേ നിച്ചപ്പനാകെ മണ്ണി കുളിച്ച്. ഡ്രസ്സുണ്ട്. കൈ കെട്ടിയിട്ട് ഇപ്പഴാ കുറച്ചേരം ഇവിടെയൊക്കെ കളിച്ചിട്ട് കുളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോണം. ഇവിടെ ഒരാള് എന്താ ചെയ്യുന്നേ?
ഒരു ട്രിപ്പ് വന്നിട്ട് മൊബൈലിൽ നോക്കി നിൽക്കുന്ന ഒരു മഹാൻ. ഓക്കെ നടക്കട്ടെ. അടുത്ത സ്ഥലത്തേക്ക് ഓടണുണ്ട് കേട്ടാ. എടാ ഇങ്ങോട്ടാടാ. എവിടെ? മണ്ടയിലോട്ടാ. അടുത്ത മണ്ടയിലോട്ട് പോവേണം. പൂമ്പാറ്റേ? വാ എന്തൊരു സൂപ്പർ ബാക്ക്ഗ്രൗണ്ട് ഉണ്ണി. നിറച്ചും മരങ്ങളൊക്കെ ആയിട്ടെ. ഓക്കെ ഓക്കെ. പൂമ്പാറ്റിനെയൊക്കെ കണ്ടോ പോയി? ഇവിടെ എന്തൊക്കെ വേണമെങ്കിലും കണ്ടോ ഫ്രീ ആയിട്ട്. ഇച്ചിരി കൈ പൊട്ടിയില്ലേ? അയ്യോ കുഴപ്പമില്ല കുഴപ്പമില്ല. മണ്ണി വീണിട്ട അമ്മ പറഞ്ഞല്ലേ സൂക്ഷിക്കാൻ. കൈ കാണിച്ചേ. ഇല്ല ഒരഞ്ഞിട്ടേ ഉള്ളൂ. കുഴപ്പമില്ല കേട്ടോ. കുഴപ്പമില്ല കുഴപ്പമില്ല. ഇവിടെ ഈ ഒരു ചെടിയുമ്മലേ ഇതിങ്ങനെ നിറച്ച് പൂമ്പാറ്റ വന്നിരിക്കാണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇങ്ങനെ നാട്ടിക്കെടുക്കുമ്പോഴത്തേക്ക് കണ്ട കുറേ പറക്കുന്നുണ്ട്. പൂമ്പാറ്റനെ പിടിക്കാൻ പറ്റില്ല, അങ്ങനെ കാണാനേ പറ്റുള്ളൂ. നീ പിടിച്ചു നോക്ക്. ഭയങ്കര രസമായിട്ടുണ്ട് കേട്ടോ ഈ ഒരു സംഭവം. ചിലപ്പോൾ അത് വന്നിരിക്കുന്ന വല്ല ചെടി വല്ലതായിരിക്കും അത്. അപ്പോൾ ഞങ്ങളത് ഇപ്പം ഇങ്ങനെ ചുമ്മാ ഒരു ഗാർഡൻ പോലത്തെ സ്ഥലത്ത്, ഗാർഡനല്ല ഇവിടെ ആകെ കാട് പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇത് കണ്ടപ്പോൾ ഇങ്ങനെ വന്നതാണ് കേട്ടോ ഇങ്ങോട്ട്. ഉണ്ണിമോൾക്ക് അത് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട് നിൽക്കുക. ഇവിടെ ഇല്ലേ എവിടെ നോക്കിയാലും ഫ്രെയിം എന്ന് പറഞ്ഞ പോലത്തെ ഒരു സ്ഥലമാണ് കേട്ടോ. അതെ ഉണ്ണിമോള് വന്നിട്ട് ഒരു ബെഞ്ചിൻ്റെ അടുത്തിരിക്കുന്നുണ്ട്. അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇവിടെ എവിടെ നോക്കിയാലും ഇവിടെ കുറേ അതുകൊണ്ട് ഷൂട്ടിനൊക്കെ ആൾക്കാർ വരും എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കാരണം അത്രയ്ക്കും രസമുള്ളൊരു സ്ഥലമാണ്. ഇപ്പം നമുക്ക് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി ആൾക്കാർ വരില്ലേ. നീ നടക്ക്. വേറൊരു സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല കുളിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലം പോലെ തോന്നി. ഇത് നമ്മളിങ്ങനെ അതിരപ്പള്ളിക്ക് പാസ് ചെയ്ത് പോണ വഴിയിലാണ് കേട്ടോ. തുമ്പൂർ മൊഴിയിൽ നിന്ന് അതിരപ്പള്ളിക്ക് പോണ ഒരു വഴിയിലുള്ള സ്ഥലമാണ്. ഞങ്ങൾ പണ്ട് ഇവിടെ വന്നിട്ട് ഫുഡൊക്കെ കുക്ക് ചെയ്തൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. സജീഷൻ്റെ കൂടെ അവരുടെ ഒരു വ്ളോഗൊക്കെ ഉണ്ടായിരുന്നു കുറേ മുന്നാണ് കേട്ടോ. ഒരു 1-2 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഈ സ്ഥലത്ത് കുറേ പേര് കുളിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒന്ന് കുളിക്കാമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അതേ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡ്രസ്സൊക്കെ ആയിട്ട് ഞാൻ ഇവരുടെ പുറകെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. ഇവിടെ നീ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. കുളിക്കാനൊക്കെ പറ്റിയ രീതിയിലുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവന്മാർ രണ്ടുപേരും എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പം തന്നെ കുളിക്കാൻ ഇറങ്ങാം. അപ്പം ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വേണം ഇറക്കാനായിട്ട്. അല്ലേ നീച്ച? ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് കുളിക്കാൻ പോവാണോ? നീച്ചപ്പൻ്റെ കൈ ഒന്ന് ചെറുതായിട്ട് ഒരഞ്ഞിട്ടോ നേരത്തെ ഇത് വെച്ചിട്ട്. ഒട്ടിച്ച് അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നട്ടോ. അപ്പൊ ഇനി നമുക്ക് നേരെ കുളിയാണ് നമ്മുടെ പരിപാടി. ഇവന്മാരെ അവിടെ കണ്ണൻ പറ്റിയ സ്ഥലമൊക്കെ ഉണ്ടോന്ന് നോക്കാൻ വേണ്ടി പോയേക്കാണ് കേട്ടോ. എവിടെ അത്ര ഹായ്. രണ്ടാൾക്കാർ ഇവിടെ കുളി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുളിക്കാനുള്ള ഡ്രസ്സൊക്കെ ആയിട്ടാണ് വന്നത്. ഇഞ്ചപ്പൻ അവിടെ ഇരിക്കാൻ പോണേ. സൂക്ഷിച്ചിറങ്ങേ. മഴക്കല്ല് ഇങ്ങനെ സൂക്ഷിച്ചിറങ്ങിക്കും. രണ്ടുപേരതെ ഇവിടെ ഇരുത്തി കുളിപ്പിച്ചോണ്ടിരിക്കട്ടെ. ഞാനിവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ കുളിക്കുന്നില്ല. ഞാൻ ഇവിടെ ഇവര് കുളിക്കുന്നത് നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അതിന് ഇവന്മാരെ കാണുകയും ചെയ്യാം. ഇവന്മാരത് നീന്തല് പഠിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ അത്യാവശ്യം ഒരു മഴക്കാര് വന്ന പോലെ ഉണ്ട് കേട്ടോ. അതേ നമുക്ക് കാണാൻ പറ്റും. നല്ല മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മള് പയ്യെ കുളിയൊക്കെ നിർത്തി അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചാണ്. ശിവന്മാരാണെങ്കിൽ കുളിച്ച് മതിയായിട്ട് കേറുന്നില്ല. അപ്പം ഇന്നത്തെ യാത്രയൊക്കെ ദേ ഇവിടെ കഴിയാണ് കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് തിരിച്ചു പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ ബൈ.